കരിക്കുലം പരിഷ്കരണവും 4-year UG പ്രോഗ്രാമും എല്ലാം ആരംഭിച്ചു. വളരെ വൈവിധ്യപൂർണമായ നിലയിലുള്ള കോഴ്സുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പോസിറ്റീവായ ട്രാൻസ്ഫർമേഷൻ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും നടക്കുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധപ്പെടുത്തിയും ഗവേഷണ ആഭിമുഖ്യം പ്രോത്സാഹിപ്പിച്ചും ഒക്കെ തന്നെ വളരെ പുതിയ കാലത്തിന് അനുസൃതമായ നീക്കങ്ങൾ സജീവമായിട്ട് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും ഏറ്റെടുക്കുകയാണ്. അതിനൊക്കെ അർത്ഥപൂർണമായ നേതൃത്വം നൽകാൻ ഉത്തരവാദിത്തമുള്ളവരാണ് വൈസ് ചാൻസലർമാർ. അവർ രാഷ്ട്രീയ ഗിമിക്കുകളിൽ അഭിരമിച്ച് അവരുടെ അക്കാദമിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നത് ഈ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളോട്, വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് എന്നാണ് പറയാനുള്ളത്. സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നാണ് നിയോഗിക്കേണ്ടത്. കോടതി വിധി ലഭ്യമായാൽ ഉടനെ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പ്രവേശിക്കും. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. ഇത് എത്ര പ്രാവശ്യമായി പറയുന്നു. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് എന്നുള്ളത് എഴുതി വയ്ക്കപ്പെട്ട നിയമമാണല്ലോ, ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ. അതുപോലെ സിൻഡിക്കേറ്റ് തന്നെയാണ് രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള അധികാരമുള്ള ബോഡിയും സിൻഡിക്കേറ്റ് തന്നെയാണ്. വൈസ് ചാൻസലർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് സിൻഡിക്കേറ്റിൻ്റെ മുൻപാകെ അവതരിപ്പിക്കാം. ഈ അച്ചടക്കം സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാം. അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. ഇത് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള നിയമമാണ്, ആർക്കു വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അതങ്ങനെയല്ല, ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി. ഞാനും കേട്ടു വൈസ് ചാൻസലർ പറയുന്ന ആ വാചകം. വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നു വൈസ് ചാൻസലർ. കേരള ഡിജിറ്റൽ സർവകലാശാലയിലെയും കേരള സാങ്കേതിക സർവകലാശാലയിലെയും വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്ക് കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. അതോടുകൂടി ഡോക്ടർ കെ ശിവപ്രസാദിന്റെയും ഡോക്ടർ സിസ തോമസിന്റെയും താൽക്കാലിക വൈസ് ചാൻസലർമാരായിട്ടുള്ള അവരുടെ പദവിയിൽ അവർക്ക് തുടരാൻ കഴിയില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഗവർണർ നൽകിയിരിക്കുന്ന അപ്പീൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ അവരുടെ നിയമന കാലാവധി എന്നത് 6 മാസമായി നിർണയിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കോടതി. സ്ഥിരം BC വൈസ് ചാൻസലർമാർ സർവകലാശാലകൾക്ക് ഉണ്ടാകണം. അത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. സർവകലാശാല ഭരണത്തെ താറുമാറാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല എന്നുകൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രധാനമായ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ വിധി പകർപ്പിന്റെ പൂർണ്ണമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ കേരള സാങ്കേതിക സർവകലാശാലയിലും അതോടൊപ്പം തന്നെ കേരള ഡിജിറ്റൽ സർവകലാശാലയിലും നിയമിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. രാജ്ഭവനേറ്റ കനത്ത നിയമതലത്തിലേറ്റ കനത്ത പ്രഹരമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി എന്ന് നമുക്ക് പറയാം. ഇത് സർക്കാരിന് ഉള്ള വിജയത്തിന്റെ സൂചനയാണ് എന്നാണ് കെ അനിൽകുമാർ നേരത്തെ CPM-നെ പ്രതിനിധീകരിച്ച് കെ അനിൽകുമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായ നിയമനമാണ് ഗവർണർ ചാൻസലർ എന്ന നിലയിൽ നടത്തിയത്. അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധി. ഈ സർവാധികാര പ്രയോഗം നടക്കില്ല എന്നതാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്ന സന്ദേശം എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്.